بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് സുമർ 10, 11, 12, 13 ഇത്രയും ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിയേണ്ടതായ തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. ഖുൽ യാ ഇബാദി, ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് ദമ്മയാണ്, ഉകാരമാണ്. അത് തഫ്ഖീം നിസ്ബിയാണ്, അപേക്ഷികമായ തഫ്ഖീം, പൂർണ്ണമായ തഫ്ഖീമല്ല. ഖുൽ യാ ഇബാദി الذين آمنوا ചേർത്തോതുമ്പോൾ യാ ഇബാദില്ലദീന ആമനു ഇത്തഖൂ ഖാഫിന് മാത്രമാണ് തഫ്ഖീം. ഇത്തഖൂ റബ്ബക്കും റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഓതുക. അപ്പോൾ ഇതുവരെ ഓതിയതിൽ ഖാഫ് ഖുൽ, പിന്നീട് ഇത്തഖൂവിലെ ഖാഫ്, പിന്നെ റബ്ബക്കും എന്നതിലെ റാ, ഇത്രയും അക്ഷരങ്ങൾക്ക് മാത്രമാണ് തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ചോതേണ്ടത്. ബാക്കിയെല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്, ശ്രദ്ധിച്ചോതുക. ലില്ലദീന അഹ്സനു വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഫീ ഹാദിഹി ദുനിയാ ഹസന, അദ്ദുനിയാ സക്കിനത നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ മുത്ലഖ് 4 പദങ്ങളിലാണ്: ദുനിയ, ബുനിയാൻ, അതുപോലെ സിൻവാൻ, ഖിൻവാൻ. 2 യാവും 2 വാവും സാക്കിനത നൂനിന് ശേഷം വന്നിട്ടുള്ള പദങ്ങൾ. ഈ 4 പദങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നത്. അതിൽ ദുനിയ കൂടുതലായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദുനിയാ ഹസന വഅർദുല്ലാഹി വാസിഅ, ഈ 2 പദങ്ങളും അവസാനിക്കുന്നത് ഹസന വാസിഅ ത മർബൂത്ത കൊണ്ടാണ്, അഥവാ ഹാഉൽ തഅനീസ്. വഖഫ് ചെയ്യുമ്പോൾ അതിന് സുക്കൂനുള്ള ഹ ആക്കി മാറ്റി അതിനെ വഖഫ് ചെയ്യണം. ഹസനത്തുൻ എന്നതിലെ തൻവീനും വാസിഅത്തുൻ എന്നതിൻ്റെ തൻവീനും വ്യത്യാസമുണ്ട് എഴുത്തിൽ. കാരണം ചേർത്ത് ഓതുമ്പോൾ ഹസനത്തുൻ എന്ന് ഇദ്ഗാം ബിഗുന്നയാണ്, എന്നാൽ വാസിഅത്തുൻ ഇന്നമ എന്ന് ഇൽഹാർ ഹൽഖിയാണ്. അപ്പോൾ ഇൽഹാറിൻ്റെ തൻവീൻ ഇങ്ങനെയും ഹസനത്തുൻ എന്നതിലെ ഇദ്ഗാമിൻ്റെ തൻവീൻ ആ രൂപത്തിലുമാണ് എഴുതുക. വ്യത്യാസം മനസ്സിലാക്കുക. ഇദ്ഗാം മാത്രമല്ല, ഇഖ്ഫാവും ഒക്കെ അങ്ങനെ തന്നെയാണ്, നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. ഏതായാലും അവിടെ ചേർത്തോതുന്നതല്ല, മറിച്ച് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അൽ വഖഫു ഔലയായ ഭാഗങ്ങളാണ്, അവിടെ ഒക്കെ നിർത്താം. ഇന്നവ അതിനു ശേഷം വഅർദു റാദ് തഫ്ഖീം ചെയ്യുക. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാൽ, അതിലെ ലാമ്, അതിൻ്റെ അലിഫ് ഒക്കെ തഫ്ഖീം ചെയ്ത് ഓതേണ്ടതാണ്. വാസിഅ എന്ന ഇപ്പോഴത്തെ വാസിഅ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖ് ചെയ്യും. അലിഫിലും തർക്കീഖാണ്. ഇന്നമ നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. യുവഫസ്സാബിറൂന സാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. അജ്റഹും ജീമിന് ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി സുക്കൂനിനെ ഉച്ചരിക്കുക. അജ് എന്നിങ്ങനെ. അജ്റഹും റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. അജ്റഹും ബിഗൈരി ഹിസാബ്, അജ്റഹും സാക്കിനത മീം ഇഖ്ഫ ശഫവി നൽകി മണിക്കാതെ വെളിവാക്കി മണിച്ചുകൊണ്ട് ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി മറച്ച് മണിച്ചോതേണ്ടതാണ്. അജ്റഹും ബി ഗൈരി ഹിസാബ്, ഗൈനിന് തഫ്ഖീം കൊടുക്കണം. ബിഗൈരി ഹിസാബ്
ബായിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ഖുൽ ഇന്നി ഉമിർതു. ഖുൽ ഇന്നി നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം 2 ഹറക്കത്തിൻ്റെ അളവിൽ. ഉമിർതു റാ തർക്കീഖ് ചെയ്യേണ്ടതാണ്. റായിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതുകൊണ്ട്. ഉമിർതു അൻ അഅ്ബുദ. അൻ സാക്കിനത നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അൻ അഅ്ബുദല്ലാഹ. അല്ലാഹ ഇസ്മുൽ ജലാല, ലാമിനും അലിഫിനും തഫ്ഖീം കൊടുക്കേണ്ടതാണ്. അഅ്ബുദല്ലാഹ മുഖ്ലിസാ. മുഖ്ലിസാ ഖാ സാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. അവിടെ വഖഫ് ചെയ്യേണ്ട. മുഖ്ലിസൻ ലഹുദ്ദീൻ. തൻവീനിനെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഓതണം. ലാമിലേക്ക് ഇദ്ഗാം കാമിൽ ബിഗൈരി ഗുന്ന. മുഖ്ലിസൻ ലഹുദ്ദീൻ. വഉമിർതു വീണ്ടും റായിനെ തർക്കീഖ് ചെയ്യുക. സുക്കൂനും മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമാണ് എന്നതുകൊണ്ട്. വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. ലിഅൻ സാക്കിനത നൂനിനെ ഇൽഹാർ ഹൽഖി നൽകണം, മണിക്കാതെ വെളിവാക്കണം. ഇവിടെയൊക്കെയും ഹംസകളെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഷദീദായ ഹർഫാണ് ഹംസ. ശ്രദ്ധിക്കുക, ഷിദ്ദത്ത് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. അൽ മുസ്ലിമീൻ സീനിൻ്റെ സിഫത്താണ് സഫീർ അല്ലേ, നമുക്കറിയാം. അതുപോലെ ഹംസ് ഉണ്ട്, മഹ്മൂസ അക്ഷരമാണ്. ഖുൽ ഇന്നി അഖാഫു. വീണ്ടും ഖുൽ ഖാഫിന് തഫ്ഖീമാണ്, തടിപ്പിച്ചോദണം. ഇന്നി നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. മേലെയും ഇവിടെയാ, മേലെ പറയാൻ വിട്ടതാണല്ലേ. ഇന്നി എന്നതിൽ എന്തുണ്ട്? മദ് മുൻഫസിൽ ജായിസ് ഉണ്ട്. 11ാമത്തെ ആയത്തിലും അതുപോലെ ഈ ആയത്തിലും. ഇന്നി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. കാരണം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നിട്ടുണ്ട് എന്നത് കൊണ്ട്. ഇന്നി അഖാഫു, ഖാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. അഖാഫു ഇൻ അസൈതു. ഇൻ സാക്കിനത നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇൻ അസൈതു. അസൈതു സ്വാദിനെ തടിപ്പിക്കുക, തഫ്ഖീം ചെയ്ത് ഓതണം. റബ്ബി റായിനും തഫ്ഖീം പൂർണ്ണമായും നൽകുക. അസൈതു റബ്ബി. അദാബ. അദാബ ഐന് ദാല് ഇതൊക്കെ വ്യക്തമാക്കി ഉച്ചരിക്കുക. എല്ലാം തർഖീഖിൻ്റെ അക്ഷരങ്ങളാണ്, നേർപ്പിക്കുക. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അദാബ യൗമിൻ അദീം. യൗമിൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. അദീം വാഇന് വികാരമാണ്, കസ്റാണ് എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകിയാൽ മതി. അദീം. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب. قل إني أمرت أن أعبد الله مخلصا له الدين وأمرت لأن أكون أول المسلمين. قل إني أخاف إن عصيت ربي عذاب يوم عظيم. بسم الله الحمد لله.